ശ്വാസനാളത്തിൽ മുലപ്പാൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു എന്നൊരു വാർത്തയുണ്ട്. അസം സ്വദേശികളുടെ 1 വയസ്സുള്ള പെൺകുഞ്ഞാണ് ദാരുണമായി മരിച്ചത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ഫീഡിംഗ് റൂമിൽ വെച്ചാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഈ വിഷുദിനത്തിൽ ഏറ്റവും ദുഃഖകരമായൊരു വാർത്തയാണല്ലോ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ച ഒരു കാര്യം. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? സ്മൃതി, ഇന്നലെയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ഫീഡിംഗ് റൂമിൽ വെച്ച് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ ഈ പാല് കുടിക്കുന്നതിനിടയിൽ അന്നനാളത്തിൽ ഈ പാല് കുടുങ്ങി ഈ മരണം സംഭവിക്കുന്നത്. അസം സ്വദേശികളായിട്ടുള്ള അബ്ദുൾ സലാം ഹാബിജ ഖദോൻ ദമ്പതികളുടെ 1 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞാണ് മരിച്ചത്. ഈ ഫീഡിംഗ് റൂമിൽ വെച്ച് അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ശ്വാസനാളത്തിൽ പാല് കുടുങ്ങുന്നത്. പെട്ടെന്ന് തന്നെ ഈ ദമ്പതികൾ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളുടെ എല്ലാം സഹായത്തോടു കൂടി കുട്ടിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും കുട്ടിയുടെ ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ ഈ ദമ്പതികളെ അറിയിച്ചത്. ഈ നിലവിൽ ഈ കുട്ടിയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെ തന്നെ നടക്കും. അതിനുശേഷം പിന്നീട് ഈ കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നിലവിൽ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് ഈ പാല് കുടിക്കുന്നതിനിടയിൽ ഈ ശ്വാസനാളത്തിൽ കുടുങ്ങി തന്നെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചതെന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് പോലീസും ഡോക്ടർമാരും അറിയിച്ചിട്ടുള്ളത്. പാലറക്കലാണ് വിവരങ്ങൾ നൽകിയത്.